ജസ്റ്റിസ് ലൂയിസ് ബ്രാൻഡിസ് പറഞ്ഞതത്രേ, 9/10 of the serious controversies that arise in life results from misunderstanding, from one man not knowing the facts which to the other man seem important, or otherwise failing to appreciate his point of view. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വിവാദങ്ങളിൽ 10-9 തെറ്റിദ്ധാരണയുടെ ഫലമാണ്. ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്ന വസ്തുതകൾ അറിയാത്തത്, അല്ലെങ്കിൽ അവൻ്റെ വീക്ഷണത്തെ വിലമതിക്കുന്നതിൽ പരാജയപ്പെടുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12-3 ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. എല്ലാം അറിയാമെന്നും എല്ലാറ്റിനുമുള്ള ഉത്തരം എൻ്റെ പക്കലുണ്ടെന്നും ആരെങ്കിലും കരുതുന്നത് പരിഹാസ്യമാണ്. അത്തരം ആളുകൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരും അഹങ്കാരികളുമാണ്. സ്വന്തം ചിന്തകൾ മാത്രം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവഗണിക്കുകയും ചെയ്യുന്നവർ. എൻ്റെ വഴി അല്ലെങ്കിൽ വഴിയില്ല എന്ന മനോഭാവമുള്ളവർ വേദപുസ്തക ഭാഷയിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നവരാണ്. മനുഷ്യരാരും തന്നെ ഒരു ദിവസം ആകാശത്തു നിന്നും പൊട്ടി വീണതല്ല. എല്ലാ വ്യക്തികളും മാനുഷിക ബന്ധങ്ങളിലെ ഓരോ കണ്ണികളാണ്. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് രക്തബന്ധവും കുടുംബബന്ധവും സുഹൃത്ത് ബന്ധങ്ങളുമാകുന്നു. ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ബഹുമാനിക്കുക, വിലമതിക്കുക, കരുതുക. തെറ്റിദ്ധാരണകളെ മാറ്റുവാനായി നിശബ്ദമാകുവാനുള്ള ഒരു മനസ്സും, കേൾക്കുവാനുള്ള ഒരു ചെവിയും, സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയവും ഉണ്ടായാൽ മതിയാകും. ഓരോരുത്തരുടെയും അനുമാനത്തിനനുസരിച്ചുള്ള ഉയർന്ന നിലത്ത് നിന്നും മറ്റുള്ളവരിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടിയും ഇരിക്കുന്നു. ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെ: ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലൂടെയും അവരെ സ്നേഹിക്കുന്നതിലൂടെയും അവരിൽ നിന്നും പഠിക്കുന്നതിലൂടെയുമാണ് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. ഒന്നുകൂടി ആ വചനം എടുത്തു പറയട്ടെ: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.